ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും പീലീസ് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പെഡിക്യൂർ ആണല്ലോ. നമ്മളെ ഫേസ് എല്ലാവരും ഒരുവിധം എല്ലാവരും തന്നെ നന്നായിട്ട് കെയർ ചെയ്ത് അതുപോലെ തന്നെ കൈയും കെയറൊക്കെ ചെയ്ത് നടക്കാറുണ്ട്. പക്ഷെ കാല് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേര് മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ. ഒരു പെഡിക്യൂർ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആലോചിക്കും, അത് പാർലറിൽ പോയി ചെയ്യണമല്ലോ, ഒരുപാട് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, പിന്നെ ഒരുപാട് ക്യാഷ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് പെഡിക്യൂർ ചെയ്യാണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. കാരണം സിമ്പിളായിട്ട് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പെഡിക്യൂറാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് നമ്മൾ പാർലറിൽ ചെയ്യുന്ന പോലെ അതേ മെത്തേഡിലല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണക്കാർക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂർ രീതിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരു മേക്ക് ഓവർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ കാലുകൾക്ക് കിട്ടുന്ന ഒരു മേക്ക് ഓവർ ആയിരിക്കും ഈ പെഡിക്യൂർ ചെയ്യുന്ന വഴി നമ്മുടെ കാലുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട്, ആ പെഡിക്യൂർ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. പെഡിക്യൂർ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി എനേബിൾ ചെയ്തിടണം. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും ഓരോ വീഡിയോസും മിസ്സാവാതെ അതാത് സമയത്ത് കാണാൻ സാധിക്കുന്നതും. എങ്കിൽ നമുക്ക് സമയം കളയേണ്ട ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പെഡിക്യൂർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്നത് ഈ കാലുകളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. നഖമൊക്കെ വെട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഈ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യാം കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത്. നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കാം. അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്. ഇന്ന് ഞാൻ ഈ പെഡിക്യൂർ ചെയ്യുന്നത് എൻ്റെ കാലിലല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാലിലാണ്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഞാൻ താങ്ക്സ് പറയുന്നു. ഇങ്ങനൊരു ഇതിന് വേണ്ടിയിട്ട് എന്നെ വിശ്വസിച്ച് കാലുകൾ തന്നതിന് ഞാൻ ഇപ്പം അവരോട് നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് പെഡിക്യൂർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നെയിൽ പോളിഷൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങ നീര് 2 കഷ്ണാക്കിയിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്ത് നമ്മൾ ആ നെയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റിമൂവറൊക്കെ യൂസ് ചെയ്യുമ്പം നഖത്തിന് ഒരു കേട് വരാതിരിക്കാനും അതിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. കാരണം റിമൂവർ യൂസ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളറിലേക്ക് നഖം വരും. അപ്പോൾ അത് വരാതെ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെമൺ വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വൈറ്റ് ആയിട്ടുണ്ട് നഖം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റിൽ അത്യാവശ്യത്തിന് ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂടുള്ളതല്ല, നമ്മുടെ കാലൊന്ന് മുക്കി വെക്കാൻ പാകത്തിനുള്ള ചൂട് വെള്ളം ഒഴിച്ച് നമ്മൾ 2 കാലും അതിലേക്കൊന്ന് മുക്കി വെക്കണം. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ബോഡി വാഷോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിൽ ചെറുനാരങ്ങ അതിൻ്റെ ബാക്കിയുള്ള ബാലൻസും കൂടി നമുക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇതിൽ രണ്ടും വെച്ചിട്ട് വേണം നമ്മൾ കാല് കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കാൻ. ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിലുള്ള അഴുക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളകി വരാനും കാലൊന്ന് സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ തന്നെ മുക്കി വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും 10-15 മിനിറ്റ് ഒന്ന് നിങ്ങൾ മുക്കി വെക്കാം. അതിന് ശേഷം കാലൊന്ന് കുതിർന്നിട്ടുണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ടിയായിട്ടുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നല്ല ഉറപ്പുള്ളൊരു സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഉണ്ടാവും, ഒരു തഴമ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കാലൊന്ന് വാഷ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. വേറെ വെള്ളത്തിൽ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. നല്ല രീതിയിൽ തുടച്ചെടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവാറുണ്ട്. വിരലിൻ്റെ സൈഡിലും നടുക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ രോമങ്ങളുണ്ടാവും. ഈ രോമങ്ങളാണ് നമ്മളിപ്പോൾ വാക്സ് ചെയ്ത് കളയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോമങ്ങൾ ഇരിക്കുമ്പോൾ കാലിലൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് വാക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വാക്സ് ചെയ്യുന്നത് ഷുഗർ വാക്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വാക്സ് ചെയ്തെടുക്കാം. പൗഡർ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ വാക്സ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നനവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷുഗർ വാക്സ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ആയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ.
ഇപ്പോൾ ഇതാ നമ്മൾ ആ രോമം ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ രോമം പോകുമ്പോൾ തന്നെ നമുക്ക് കാലിൻ്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതാണ്. ആ കളർ ചേഞ്ച് വരുന്നതൊക്കെ ഒന്ന് മാറി കിട്ടും. അതിന് വേണ്ടിയിട്ട് രോമം ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് രോമങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ളൊരു വാക്സിൻ ക്രീം മേടിക്കേണ്ടി വരില്ല. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ കാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാക്സ് ചെയ്തെടുക്കുകയാണ്. മേൽഭാഗത്തും കുറേ രോമം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവിടെയും ചെയ്തത്. അപ്പോൾ ആ വാക്സ് ചെയ്ത ഭാഗത്ത് വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ശേഷം വാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത സെയിം വെള്ളത്തിൽ തന്നെ കാലൊന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകാം. കാല് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ നമ്മൾ ഒരു ടവലെടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രബിങ് ആണ്. നമ്മൾ ഫേസിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നല്ലൊരു സ്ക്രബിങ് ആണ് നമ്മൾ കാലിന് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെള്ള എള്ളും പഞ്ചസാരയും കൂടി വെച്ചിട്ടുള്ളൊരു സ്ക്രബിങ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്ക്രബിങ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഈ സ്ക്രബിങ് കൊണ്ട് ഹെൽപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം ഇതന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഓയിലും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് സ്ക്രബിങ്ങിനോടൊപ്പം തന്നെ നല്ലൊരു മസാജിങ്ങും കൂടി ഈ സ്റ്റെപ്പിൽ നമുക്ക് കാലിന് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് കാലൊന്ന് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് മാത്രം നല്ല വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. അപ്പോൾ അതാ വാഷ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കാം, വെള്ളമൊന്നും ഉണ്ടാവാണ്ട്. അങ്ങനെ തന്നെ നല്ല ഡ്രൈ ആക്കി വെക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ എന്തെങ്കിലും കരിവാളിപ്പുണ്ടെങ്കിലോ അങ്ങനെ ചെരുപ്പൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കളർ ചേഞ്ച് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നല്ല കാല് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന ഏത് പാക്ക് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കോഫി പാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കോഫി പാക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഈ കോഫി പാക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ കാലിന് അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ കാലിന് കളർ വ്യത്യാസം നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ പാക്ക് നമ്മൾ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതിന് ശേഷം മാത്രം നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കാല് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം കാലിൽ തേച്ച് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ. ഇതും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസിങ് ക്രീം ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതെന്തായാലും നിങ്ങൾ ഈ ഒരു സെക്ഷൻ ചെയ്യണം. കാരണം കാലിന് ഒരുപാട് നമ്മൾ പ്രഷർ കൊടുത്തു. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നത്. ഈ ലോഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതാ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നെയിൽ പോളിഷൊക്കെ ഇട്ട് എന്താ പറയുക പാച്ചറൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു ഫസ്റ്റ് തൊട്ടുള്ളതും സെക്കൻഡ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാലം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ പെഡിക്യൂർ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക.